ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഒരു വ്ളോഗായിട്ടാണ്. അപ്പോൾ വീട്ടിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ കേക്കിൻ്റെ വിശേഷമൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ നമ്മളെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കിച്ചണിലെ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് കേക്കിൻ്റെ വർക്കിനായിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായൻ്റെ കടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഉച്ചക്കുള്ള ഫുഡും റെഡിയാക്കും. പിന്നെ ആ ഒരു പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കേക്കിൻ്റെ വർക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഉപ്പേരിക്കായിട്ട് ഞാനിവിടെ കേബേജ് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കേബേജ് എനിക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണതാണ് ഒന്നുകൂടി ഈസി ആയിട്ട് തോന്നാറുള്ളത്. കാരണം നൈസായിട്ടൊക്കെ അരിഞ്ഞെടുക്കാൻ പറ്റാറുള്ളത് കേട്ടോ. പിന്നെ ഉച്ചക്ക് ബീഫാണ് ഉണ്ടാക്കണത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ചോപ്പർ ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. കുറേ ഉള്ളി വേണമെങ്കിൽ നമുക്ക് ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയണുണ്ട്. പിന്നെ ഇതിന് റേറ്റ് അധികമൊന്നുമില്ല, 300 രൂപേൻ്റെ ഉള്ളിലായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഉള്ളി ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണുണ്ട്. അതുപോലെ തന്നെ കാബേജ് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കണുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കേക്ക് വർക്കും വീട്ടിലെ ജോലിയും എല്ലാം കൂടി എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് തന്നെ രാവിലെ കിച്ചണിലെ വർക്കെല്ലാം ചെയ്ത് കഴിയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്ലീനിങ്ങും കഴിഞ്ഞതിൻ്റെ ശേഷം അതിനിടയ്ക്കായിട്ട് തന്നെ കേക്ക് ബേക്കിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബേക്കിങ്ങിന് വെച്ചതിൻ്റെ ശേഷം ക്ലീനിങ്ങും നടക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു ടൈമിംഗ് ഉണ്ടാവണം കേട്ടോ. നമ്മൾ രാവിലെ എണീറ്റിട്ട് സാധാരണ എല്ലാ ഹൗസ് വൈഫുമാരും ചെയ്യാറുള്ളത് രാവിലെ എണീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈം ഫോൺ നോക്കിയിരിക്കും, വെറുതെ ഫോൺ ഇങ്ങനെ നോക്കിയിരിക്കും. ആവശ്യത്തിന് മാത്രം ഫോൺ യൂസ് ചെയ്യുക. വീട്ടിൽ ജോലി കഴിഞ്ഞതിന് ശേഷം ഫോൺ എടുക്കുക. അതിനിടയ്ക്കായിട്ട് ഒരുപാട് സമയം നമ്മളിങ്ങനെ ഫോണിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ടൈം പോവല്ലേ. അപ്പോൾ ജോലി കഴിഞ്ഞതിന് ശേഷം ഫ്രീ ആയിട്ട് ഫോൺ ഉപയോഗിക്കണമായിരിക്കും ഒന്നുകൂടി നല്ലത്. നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു മെസ്സേജ് നോക്കാനായിരിക്കും ഫോൺ എടുത്തിട്ടുണ്ടാവുക. അതിമേൽ ചിലപ്പോൾ ഒരു മണിക്കൂർ വരെ നമ്മൾ ഇരുന്ന് പോകും. അപ്പോൾ കഴിഞ്ഞതും അതിൻ്റെ ഒക്കെ ഉപയോഗം കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളിപ്പോൾ വീട്ടിലെ ജോലിയൊക്കെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഉച്ചക്കുള്ള ഫുഡ് ഓരോന്നായിട്ട് റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചായൻ്റെതും ആവണുണ്ട് കേട്ടോ. വീഡിയോയിൽ ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായതിൻ്റെ ശേഷം ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇവിടെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇതിനിടയ്ക്ക് ആയിട്ട് തന്നെ നമ്മളിപ്പോൾ ചായ കുടിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞതിൻ്റെ ശേഷം റൂമൊക്കെ ഒന്ന് സെറ്റാക്കിയതിൻ്റെ ശേഷം ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഡെയിലി അടിച്ചു വാരി തുടക്കാറൊന്നുമില്ല. അടിച്ചു വാരിയിടും ഡെയിലി. പിന്നെ ഒന്നരാടൊക്കെ കൂടുമ്പോൾ ചിലപ്പോൾ 2 ദിവസമൊക്കെ കൂടുമ്പോഴാണ് തുടച്ചെടുക്കാറുള്ളത് കേട്ടോ. പിന്നെ ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഡെയിലി തുടക്കേണ്ടി വരില്ല, അവർ ഫുഡൊക്കെ താഴെ ഇട്ടിട്ടൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞു കുറേയൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നുള്ളത്. നമുക്ക് കുറേ വർക്കൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ കിച്ചണിൽ തന്നെ ജോലി ചെയ്ത് നിൽക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ ലോഗോ വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് എൻ്റെ ഫ്രണ്ടിൻ്റെ മകൾ വരച്ച് തന്നിട്ടുള്ളതാണ്. അവൾ വരച്ച് തന്നു. അതിൻ്റെ താഴെയായിട്ട് നമ്മൾ പേര് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ക്ലീനിങ് ഇപ്പോൾ ഹാളിലെത്തിയിട്ടുണ്ട്. പിന്നെ ഹോം ടൂർ ചെയ്യാനിട്ട് ഒരുപാട് പേര് പറയണുണ്ട്, ഹോം ടൂർ എന്താ ചെയ്യാത്ത, എന്താ ലേറ്റ് ആവണേ എന്നുള്ളതൊക്കെ. ഇൻഷാ അല്ലാ ഉടനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് നമുക്ക് പുറത്തുനിന്ന് ടോപ്പിൽ നിന്ന് വരുന്ന ഒരു ലൈറ്റാണ് കേട്ടോ. ഇത് ഉള്ളിലേക്ക് വരുന്ന കാരണം ഉള്ളിൽ അത്യാവശ്യം ലൈറ്റ് വരും. അപ്പോൾ ഞാൻ ഫോട്ടോസ് എടുക്കുന്ന സമയത്തൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് ഫോട്ടോ ക്യാമറ യൂസ് ചെയ്തിട്ടാണ് എടുക്കാറുള്ളത്. ഫോട്ടോ നോർമൽ ഫോൺ വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അത്യാവശ്യം ലൈറ്റ് ഉള്ളിലുള്ളതുകൊണ്ടാണ് നമ്മൾ ആ ഫോട്ടോക്ക് അത്രയും ക്ലാരിറ്റി കിട്ടണം കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ലൈറ്റുള്ള ഭാഗത്ത് വെച്ചിട്ട് ഫോട്ടോസ് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് അധികം ഫോട്ടോസ് എടുക്കാറുള്ളത്. ഈ ഒരു കർട്ടൻ വന്നിട്ടുള്ള വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുള്ള രീതിയിൽ ആക്കിയിട്ട് ഇവിടെ നിന്നാണ് അധികം എടുക്കാറുള്ളത്. അപ്പോൾ മാക്സിമം പുറത്തുനിന്ന് വരുന്ന ആ ഒരു ലൈറ്റിനെ നമുക്ക് മതി. പിന്നെ റിംഗ് ലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒരു ടീ കേക്ക് ഉണ്ടാക്കിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. 30 ദിവസത്തെ ക്ലാസ്സാണ് കേട്ടോ. 1 മന്ത് ക്ലാസ്സാണ്, റെസിപ്പി ക്ലാസ്സാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു ടീ കേക്കും പ്ലം കേക്കും അതുപോലെ പല വെറൈറ്റി ആയിട്ടുള്ള ഫ്ലേവറിലുള്ള ക്രീം കേക്കുകളും ഒക്കെ നമ്മൾ അതിൽ ക്ലാസ്സിൽ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഇൻസ്റ്റയിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. അപ്പോൾ കേക്ക് റെഡി ആയതിൻ്റെ ശേഷം ഞാനിവിടെ ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വെച്ചിട്ടാണ് ഞാൻ അധികം ഫോട്ടോസ് എടുക്കാറുള്ളത് കേട്ടോ. നല്ലോണം ലൈറ്റ് വരും പുറത്തുനിന്ന് വന്നിട്ടുള്ള.
അപ്പോൾ ആ ഉണ്ടാക്കിയിട്ടുള്ള ടീ കേക്ക് മക്കൾ അവിടെ വെച്ചിട്ട് തന്നെ കഴിക്കുന്നുണ്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം. അപ്പോൾ ഞാനിപ്പോൾ ഇത് അവരറിയാതെ ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂത്ത ആൾക്ക് അങ്ങനെ ഫോട്ടോസ് എടുക്കണതും വീഡിയോയിൽ കാണിക്കണമൊന്നും ഇഷ്ടമല്ല എന്നുള്ളത്. ചെറിയ ആൾ പിന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ കുറച്ച് വലിയ കുട്ടികളായി കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് ഇതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എല്ലാവർക്കൊക്കെ അവരുടേതായ കാര്യങ്ങളിലായിരിക്കും കൂടുതലായിട്ട് ഇൻട്രസ്റ്റഡ് ആവുക. അപ്പം ഇതിനോടൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ. പിന്നെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ പിറ്റേ ദിവസത്തിനുള്ള വർക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേക്ക് സ്പഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ തലേ ദിവസം രാത്രി ഞാൻ എല്ലാ കേക്കും ക്രം കോട്ടിങ് ചെയ്തിട്ട് താഴെയാണ് കേട്ടോ, ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫൈനൽ കോട്ടിങ് ചെയ്യണതിൻ്റെ കുറച്ച് മുന്നായിട്ട്, അതായത് ഒരു അരമണിക്കൂർ മുന്നേ ഞാൻ എല്ലാ കേക്കും ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐസിങ് ചെയ്യണ സമയത്ത് നല്ല ഫിനിഷിങ് കിട്ടാനും അതുപോലെ പെട്ടെന്ന് ഐസിങ് കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എടുക്കുന്നതിൻ്റെ മുന്നായിട്ട് ഒരു അരമണിക്കൂർ മുന്നായിട്ട് ഫ്രീസറിലേക്ക് കേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഹാർഡാവുമല്ലോ. ഹാർഡാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റാവും. അതിൽ ചെയ്യണതായിരിക്കും ഒന്നുകൂടി സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ഫിനിഷിങ് ചെയ്തെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു ടിപ്പിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുള്ള 7 ഇഞ്ചിലുള്ള ഒരു കേക്കാണ്. വാനിലയാണ് ഫ്ലേവർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് സ്കിൻ ടോൺ എന്ന് പറഞ്ഞിട്ടുള്ള കളർ വെച്ചിട്ടാണ് ഫൈനൽ കോട്ടിങ് ചെയ്തത്. പിന്നെ പാലറ്റ് നൈഫ് ഡിസൈൻ കൊടുത്തു. പിന്നെ അതിൻ്റെ ശേഷം സ്റ്റാർ നോസിൽ വെച്ചിട്ടുള്ള കുറച്ച് റോസറ്റ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സൈഡിലായിട്ട് സെൻട്രലായിട്ട് നമ്മൾ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ചെയ്യുന്നത് ഷെൽ നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഫ്ലവർ പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പിങ്ക് കൊടുത്തിട്ടുള്ള റൂബിയും അതുപോലെ റെഡ് കളർ വെച്ചിട്ടാണ് ഷെൽ നോസിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് ഗോൾഡൻ ബോൾസും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 kg ടോൾ കേക്കാണ്. 5 ഇഞ്ച് സൈസിൽ ചെയ്തിട്ടുള്ളതാണ്. 5 ഇഞ്ചിലാണ് ഇതിന് ടോട്ടൽ ലെയേഴ്സ് വന്നിട്ടുള്ളത്. 6 ലെയേഴ്സാണ് കേട്ടോ. 2 പ്രാവശ്യമായിട്ട് 5 ഇഞ്ചിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കേക്കിന് ഞാനിവിടെ ഫൈനൽ കോട്ടിങ് ചെയ്യണത് റൂബി കളർ വെച്ചിട്ട് തന്നെയാണ്. നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു കളർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തത്. അപ്പം ഇതൊരു ടോൾ കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ വലിയ സ്ക്രാപ്പർ വെച്ചിട്ട് വേണം ഫിനിഷിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മുകൾ ഭാഗത്തായിട്ട് ഷാർപ്പ് എഡ്ജല്ല ഒന്ന് റഫായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാലറ്റ് നൈഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം സൈഡിലായിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ, അതായത് ഈ ഒരു ചെറിയ പാലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കേക്കിന് ചുറ്റിലായിട്ടും ഈ ഒരു ഡിസൈൻ കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് കൂടുതൽ ഡെക്കറേഷനും കാര്യമൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നൈഫ് നമുക്ക് സെറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടണതാണ്. ഓൺലൈനായിട്ടുണ്ട്, അതുപോലെ തന്നെ കേക്കിൻ്റെ ഷോപ്പിലൊക്കെ എല്ലാ ഷോപ്പിലും ഇപ്പോൾ ഈ ഒരു നൈഫൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പല സൈസിലുള്ള നൈഫാണ് ഉണ്ടാവുക. ഒരു സെറ്റിൽ പല സൈസിലുള്ളത് ഉണ്ടാവും കേട്ടോ. ജസ്റ്റ് ക്രീം വെച്ചിട്ടൊന്നിങ്ങനെ മുകളിലേക്കായിട്ട് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇതിന് ചുറ്റിലായിട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം കുറച്ച് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ബീഡ്സ് ചില ഭാഗങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ ബീഡ്സ് ഈ ഓരോ ഫ്ലവേഴ്സ് പോലെ തോന്നുന്ന അതിന് സെൻട്രലായിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ, വലിയ ബീഡ്സ്. അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിന് വന്നിട്ടുള്ള ലുക്ക്. അപ്പോൾ ഇതിന് ഇടയ്ക്കായിട്ട് നമ്മൾ കുറച്ച് സിൽവർ ലീവ്സും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെയിം കൊടുക്കാനുണ്ട്, അത് നമ്മൾ ഡെലിവറി ചെയ്യുന്നതിൻ്റെ ടൈമിലേ കൊടുക്കുള്ളൂ. പിന്നെ അതിൻ്റെ ശേഷം ഞാനിവിടെ ചെയ്യുന്നത് ഒരു 2 ടയർ കേക്കാണ്. അപ്പോൾ താഴെ ഭാഗത്തായിട്ട് 8 ഇഞ്ചിലും അതിൻ്റെ മുകളിലുള്ള കേക്ക് 5 ഇഞ്ചിലുമാണ് ചെയ്യുന്നത്. നോർമലി വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു കേക്കിനെ ഡെക്കറേഷൻ ചെയ്യണത് കേട്ടോ. പിന്നെ ഫോണ്ടൻ്റ് വർക്കാണ്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കിലോയിലുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് 6 ഇഞ്ച് സൈസിലാണ്. ടോൾ കേക്കായിട്ട് 1.5 കിലോയിൽ ചെയ്യുമ്പോൾ 6 ഇഞ്ച് സൈസിലാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഇതിനും തന്നെ ഷാർപ്പ് എഡ്ജ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 ടയർ കേക്കിൻ്റെ മുകളിലായിട്ട് 5 ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് ഡെലിവറി ചെയ്യാൻ ടൈമിലാണ് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഫോണ്ടൻ്റ് വർക്ക് വെച്ച് കൊടുക്കുന്നത്. കുറച്ച് സ്റ്റാറുകളും പിന്നെ ഒരു കുട്ടിയിരിക്കണതും സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കേട്ടോ. പിന്നെ ഇതൊരു ഹൽദി കേക്കാണ്. ഈ ഒരു കേക്ക് ഞാൻ അതിനിടയ്ക്കായിട്ട് കാണിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഇതിൻ്റെ ഡെക്കറേഷനൊന്നും, കാരണം ഇത് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ കേക്കിൻ്റെ ഡെക്കറേഷന്. പിന്നെ
ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. പിന്നെ കുറച്ച് ഗോൾഡൻ ഡ്രിപ്പ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രിപ്പ് നമുക്ക് റെഡിമെയ്ഡാണ്, ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലായിട്ടൊരു ടോപ്പർ വെച്ചിട്ടുണ്ട് ആനിവേഴ്സറിൻ്റെ, പിന്നെ നെയിമും താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കേക്കും ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ കേക്കിനായിട്ട് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അവിടെ വെച്ചിട്ട് തന്നെയാണ് ഫോട്ടോസ് എടുക്കുന്നത്. അപ്പം നമുക്ക് ടോപ്പിലുള്ള ആ ലൈറ്റ് വന്നതുകൊണ്ട് ഫോട്ടോസ് അധികം ക്ലാരിറ്റി ഉണ്ടാവില്ല കേട്ടോ. നല്ലോണം ലൈറ്റ് വരുമ്പോൾ ക്ലാരിറ്റി ഒന്ന് കുറയും കേട്ടോ. പിന്നെ എന്താണ് പറയുക, കൂടുതൽ ടൈമുള്ള സമയങ്ങളിൽ, അതായത് ഡെലിവറിയൊക്കെ നമുക്ക് സാവകാശമാണെന്നുണ്ടെങ്കിൽ നല്ല ഫോട്ടോസ് എടുക്കും. ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്നും കൂടി ബ്ലറാക്കിയിട്ടും ഫോക്കസ് ചെയ്തിട്ടൊക്കെ നമ്മൾ എടുക്കുമല്ലോ. അപ്പോൾ ടൈമിനനുസരിച്ചിട്ടാണ് ഓരോ ഫോട്ടോസും, അതിനനുസരിച്ചിട്ട് ക്ലാരിറ്റിയും അതുപോലെ ഒക്കെ ആക്കിയിട്ട് നല്ല നീറ്റാക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം മാക്സിമം നമ്മൾ നല്ല ഫോട്ടോസ് എടുക്കും. കാരണം നമ്മൾ കേക്ക് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നല്ല ഫോട്ടോസ് എടുത്തിട്ട് കസ്റ്റമേഴ്സിന് വിട്ടുകൊടുക്കുക. അതാണല്ലോ നമ്മൾ എല്ലാ ബേക്കേഴ്സും ചെയ്യാറുള്ളത്. എത്രത്തോളം നല്ല ഫോട്ടോസ് എടുക്കാൻ കഴിയുമോ അത്രയും നല്ല ഫോട്ടോസ് എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ കേക്ക് അവരുടെ കയ്യിലെത്തുന്നതിന് മുന്നായിട്ട് ഫോട്ടോസ് അവർക്ക് വേണ്ടി വരും. അപ്പോൾ നല്ല ഫോട്ടോസ് മാക്സിമം എടുക്കാൻ നോക്കും. ടൈമില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഫോട്ടോ ആക്കിയിട്ട് വിട്ടു കൊടുക്കാറാണ് കേട്ടോ. അപ്പോൾ എല്ലാ കേക്കിലും നമ്മൾ ഫോണ്ടൻറ്റിൽ നെയിമാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു നെയിം എഴുതുന്നത്. അപ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കേക്കും ഒന്നിച്ചിട്ട് തന്നെ നമ്മൾ ഡെലിവറി ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാം ഒരു ഏരിയയിലേക്ക് തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെലിവറി ഈസിയാണ് കേട്ടോ. രണ്ട് ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക 2 പ്രാവശ്യമായിട്ട് ഡെലിവറി ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാം ഒരേ ഏരിയ ആയതുകൊണ്ട് ഡെലിവറി ഒന്നും കൂടി ഈസിയാണ് കേട്ടോ. പിന്നെ കുറേ പേര് എപ്പോഴും പറയാറുള്ളതാണ് റേറ്റ് എന്താണ് ഫോട്ടോസിന് താഴെ കൊടുക്കാത്തതെന്നുള്ളത്. പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ റേറ്റ് കൊടുക്കുന്ന സമയത്ത് അതിന് താഴെ കമൻ്റായിട്ട് വരാറുണ്ട് റേറ്റ് കൂടുതലാണല്ലോ അല്ലെങ്കിൽ കുറവാണല്ലോ എന്നുള്ളത്. അപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് റേറ്റ് ഞാൻ താഴെ കൊടുക്കാത്തത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ റേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ വന്നിട്ട് ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഡെക്കറേഷനും അതുപോലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്